ഞാൻ ഇറങ്ങാ. ഒരു മിനിറ്റ്, ഞാനിതാ വരുന്നു. വേഗം വാ, ഇപ്പൊ തന്നെ വൈകി. താലൂക്ക് ഓഫീസിൽ പോയി ഒരു പേപ്പർ ശരിയാക്കിയിട്ട് 11 മണിക്കുമ്പോ എനിക്ക് ഓഫീസിൽ എത്തണം. ഇല്ലെങ്കിൽ ഓഫീസിൽ ഇരിക്കുന്ന ആ ഭദ്രാലയുടെ മോൻ കാണേണ്ടി വരും. അറിയാലോ എനക്ക്. നീ ഇതിനിടയ്ക്ക് വേഷം മാറിയ. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ തന്നെ ചെയ്തല്ലേ പറ്റൂ. ഇന്നെന്താ കോടതി പോണ്ടേ? കളർ സാരിയെ കൊടുത്തിരിക്കുന്നു. ഇന്ന് ആകെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന 2 കേസാ. അത് 2ൽ അപ്പിയർ ചെയ്യുന്നത് ഹരിചന്ദ്രൻ സാറാ. ആ വെളുത്ത സാരിയും കറുത്ത ബ്ലൗസും അല്ലെങ്കിൽ നിനക്കൊട്ടും ചേരില്ല. ഇതുപോലത്തെ സാരി ആകുമ്പോ നീ ഭയങ്കര സുന്ദരിയാ, ഭയങ്കര ഗ്ലാമറാ. സോപ്പിടല്ലേ സോപ്പിടല്ലേ, സോപ്പിനൊക്കെ ഇപ്പൊ എന്താ വില. ഉള്ളത് പറഞ്ഞാ ഉറിയും ചിരിക്കുമെന്ന. അതൊക്കെ പോട്ടെ. ഈ രാവിലെ കിട്ടാനുള്ള കിട്ടിയെങ്കിൽ ഞാൻ പോയായിരുന്നു. എന്ത്? ഇനി ഞാനത് പറയണോ? അന്നേക്ക് ഇതോ 65 വയസ്സ് കഴിഞ്ഞ കിളവന്മാര് വടിയും കുത്തി പിടിച്ച് നടക്കുന്നവരെ നമുക്ക് ഈ കൊടയും കുത്തി പിടിച്ച് നടക്കണ്ടേ? എന്റെ മോഹനേട്ടാ, ഏട്ടൻ ഈ പഴഞ്ച സ്വഭാവം എന്നാ മാറുക? എടി, മനുഷ്യൻ പുരോഗമിക്കുന്നത് ഈ കുടയിലോ മേഷത്തിലോ ഒന്നും അല്ല, ചിന്തകളിലാണ്. ബെർണാഡ് ഷാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. മോഹനേട്ടന് ബെർണാഡ് ഷായെ മോഹനേട്ടൻ തിരിച്ചെടുക്കണം. മോഹനേട്ടൻ അടുത്ത നൂറ്റാണ്ട് ജനിക്കേണ്ട ആളാ. പോരെ? ഉത്തമ. എന്റെ മോഹനേഷ സാറേ, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ പട്ടാപ്പകല് ഉമ്മറ തിന്നുകൊണ്ട് ഏപ്പണം കളിക്കാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന റോഡല്ലേ? അച്ഛേ, ഇത് കൊള്ളാം. ഉത്തമനെന്താ രാവിലെ? അപ്പൊ സാർ അത് മറന്നോ? രാവിലെ തക്കാട്ട് പറമ്പത്തെ വർഗീസ് സാറിന്റെ വീട് നോക്കാന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്നായിരുന്നു? പിന്നെ അല്ലാതെ, ഇന്നലെ ഉച്ചയ്ക്കും കൂടി ഞാൻ സാറിനെ വിളിച്ച് ഓർമ്മിപ്പിച്ചതല്ലേ. ഇങ്ങനെ ഉഴപ്പിയാ ഈ ജന്മം വീട് മേടിക്കുന്ന സാറ് വിചാരിക്കണ്ട. വാടകയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞ് കാലം എത്ര ആയി സാറേ? ഇന്ന് തീരെ സമയമില്ല ഉത്തമ. അല്ല എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, വക്കീല് വരട്ടെ. അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്ന വീട് പെണ്ണുങ്ങൾ കാണുന്നത് വളരെ നല്ലതാണ്. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം പറയാൻ പറ്റും. അതൊന്നും ശരിയാവില്ല. മോഹനേട്ട് പോയാ മതി. മോഹനേട്ടിന് ഇഷ്ടമാണ് എനിക്ക് പ്രധാനം. എനിക്കതിൽ ഒരു എതിരഭിപ്രായവും ഇല്ല. എങ്കിൽ പിന്നെ നമുക്ക് വൈകുന്നേരം പോയല്ലോ ഉത്തമ. രാവിലെ എന്തായാലും പറ്റില്ല. നമ്മൾ രാവിലെ ചെല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് സാറെ മാറ്റുന്നത്? അയാളാണെങ്കിൽ ഒരു മോറയുടെ സ്വഭാവവും. രാവിലെ ചെന്നില്ലാന്നൊരു ഒരൊറ്റ കാരണം മതി ഇനി സാറിന് ആ വീട് തരില്ലാന്ന് തീരുമാനിക്കാൻ. ഇതാകുമ്പോ സാറിന്റെ ഇഷ്ടത്തിന് പറ്റിയ വീടാ. 2 ബെഡ്റൂം, ഹാള്, സിറ്റ് ഔട്ട്, കിച്ചൺ. എത്ര ബെഡ്റൂം എന്നാ പറഞ്ഞേ? 2 ബെഡ്റൂം മതിയെന്ന് മോഹനേട്ട സാറ് തീർത്ത് പറഞ്ഞിരിക്കുകയല്ലേ. പക്ഷേ അതിൽ ഒന്നേ അറ്റാച്ച് ഉള്ളൂ. അതാണ് ചെറിയ പ്രശ്നം. അതിനെന്താ? എന്റെ മോഹനേട്ടാ, മോഹനേട്ടൻ ഏത് യുഗത്തിലാ ജീവിക്കുന്നേ? 2 ബെഡ്റൂമുള്ള വീട് കൊണ്ട് എന്താ കാര്യം? 1 ബെഡ്റൂം നമുക്ക്, 1 ലക്ഷ്മിക്ക്. അതിന്റെ കാര്യമുള്ളൂ. അങ്ങനെയല്ലല്ലോ കാര്യം. നാളെ ഈ വീട്ടില് ഇനി ആളുകൾ ഉണ്ടാവില്ലേ? നമുക്ക് കുട്ടികളുണ്ടായി അവരും വളർന്നു വരുമ്പോ സ്ഥലം തികയോ? ആ പറഞ്ഞത് കറക്റ്റ്. ഞാൻ ഇന്നലെ സാറിനെ ഓർമ്മിപ്പിച്ചില്ലേ, നമുക്ക് കുട്ടികളുണ്ടായി. നമുക്കല്ല, നിങ്ങൾക്ക്. അതിന് നമുക്ക് കുട്ടികളുണ്ടായി അവർ വലുതാവുമ്പോഴേക്കും ലക്ഷ്മി നമ്മൾ കെട്ടിച്ചയക്കില്ലേ? അപ്പൊ ആ റൂം ഫ്രീ ആവില്ലേ? അത് സാറ് പറഞ്ഞ കറക്റ്റ് ഐഡിയ. ലക്ഷ്മിയെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു റൂം വേക്കന്റ് അല്ലേ? പിന്നല്ലാതെ. എങ്ങനെ? കുട്ടികൾ വളർന്നു വരുമ്പോ അവർക്കൊന്ന് ഓടി നടക്കണമെങ്കിലോ കളിക്കണമെങ്കിലോ സ്ഥലം തികയണ്ടേ? കളിക്കുന്ന വീട്ടിലാണോ? അതിനല്ലേ മുനിസിപ്പാലിറ്റി സ്റ്റേഡിയം കിട്ടിയിരിക്കുന്നത്. മോഹനേട്ടാ, വെറുതെ മുട്ടപ്പൊക്ക് പറയല്ലേ. ഒരു വീടാകുമ്പോ മിനിമം 3 ബെഡ്റൂം എങ്കിലും വേണം. അതൊക്കെ അറ്റാച്ച്ഡ് ആയിരിക്കും വേണം. അല്ലെങ്കിൽ രാത്രി ഒന്ന് ടോയ്ലറ്റ് പോണം തോന്നുമ്പോ മുറിക്ക് പുറത്തിറങ്ങണ്ടേ? എങ്കിൽ പിന്നെ കട്ടിൽ തന്നെ ടോയ്ലറ്റ് ഫിറ്റ്. അപ്പൊ പിന്നെ കട്ടിൽ എന്തൊക്കെ വേണ്ടല്ലോ. അല്ല സാറേ, ഇതിപ്പോ എന്റെ ഭാമ, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരൊറ്റ ബാത്റൂം പോലും ഇല്ലായിരുന്നു. മുറ്റത്ത് പറമ്പിലൊക്കെ സാധിച്ചോണ്ടിരുന്നത്. അന്നൊക്കെ ആളുകൾ ജീവിച്ചില്ലേ? അല്ല, ഈ സാറ് പറയുന്നതില്ലേ കാര്യമുണ്ട്.
ഈ ഒരുപാട് ബാത്റൂം നമുക്ക് ആവശ്യമില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ബാത്റൂമേ വേണ്ട. രാവിലെ എഴുന്നേറ്റ് റോഡ് സൈഡിലേക്ക് പോയിരിക്കാം. അപ്പൊ പോലീസ് പിടിക്കും, കേസാവും. വക്കീലിന് എന്നെ കേസ് വാദിക്കുകയും ചെയ്യാം. ഒരു കേസ് സ്വന്തമായിട്ടുണ്ടാക്കി സ്വന്തമായിട്ട് തന്നെ വാദിക്കാം. ഇതിനെയാണോ സ്വയം തൊഴിൽ കണ്ടെത്തലെന്ന് പറയുന്നത്? കഷ്ടം. മോഹനേട്ടാ, എന്റെ ഓഫീസിലുള്ളവർ എന്റെ കക്ഷികളോ വീട്ടിലേക്കൊന്ന് കയറി വന്നാൽ കോഴിക്കോട് പോലത്തെ വീട് കാണുമ്പോ അവൻ എന്താ വിചാരിക്കുക? എന്ത് വിചാരിക്കാൻ? എനിക്കുണ്ടല്ലോ ഒരു ഓഫീസ്. അവിടെ ഉള്ളവർ വന്നാൽ ചെറിയ വീടാണെന്ന് കാണിക്കാൻ എനിക്കൊരു നാണക്കേടുമില്ല. വില്ലേജ് ഓഫീസിൽ കാര്യം തീർക്കാൻ വേണ്ടി വരുന്ന പോലത്തെ ആൾക്കാരല്ല എന്നെ കാണാൻ വേണ്ടി വരുന്നത്. അവരെ നാട്ടിലെ നിലയും വിലയൊക്കെ ഉള്ള ആൾക്കാരാ. വക്കീലിനെ കാണാൻ വരുന്നത് കള്ളന്മാരും പിടിച്ചെടുക്കാരുമാ. അവർക്ക് എന്ത് വില, എന്ത് നില? മോഹനേട്ടാ വേണ്ട, ഈ പരിപാടി നടക്കൂല. ദേ, ഒന്നെങ്കിൽ സൗകര്യമുള്ള വലിയ വീട്, ഇല്ലെങ്കിൽ ദേ ഈ വാടക വീട്, അത് മതി. ഉത്തമ, വെറുതെ ഈ സാറിന്റെ വാക്ക് കേട്ട് ചെറിയ വീട് നോക്കാൻ വേണ്ടി നിൽക്കണ്ട. ആ സൈസ് വീടിന് എന്റെ കയ്യിലുള്ള കാശ് ഞാൻ തരൂല, മനസ്സിലായല്ലോ? സത്യം. അപ്പൊ എന്തായി? അതല്ല സാർ, ഈ വീട് വാങ്ങുന്ന കാര്യം എന്തായിരുന്നു? എന്റെ തീരുമാനങ്ങളെ നടക്കൂ. ചെറിയ വീട് മതി. അല്ല, കയ്യിലുള്ള കാശ് തികയോ? ഇല്ല. അപ്പൊ പിന്നെ എന്തോ ചെയ്യും? ഇന്ന് തന്നെ വീട് വാങ്ങിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുന്നില്ലല്ലോ. ആകാശമൊന്നും ഇടിഞ്ഞു വീഴൂല. ഇന്ന് ചെന്നിലേക്ക് വർഗീസ് സാർ ആ വീട് വേറെ ആർക്കെങ്കിലും കൊടുക്കും. ആ ഒരൊറ്റ വീട് ഇന്ത്യയിലുള്ളോ? ഇല്ലല്ലോ. ഉത്തമ പോയിട്ട് പിന്നെ വാ. എനിക്ക് 10 മണിക്ക് മുമ്പ് താലൂക്ക് ഓഫീസിൽ ചെല്ലണ്ട. ഞാൻ ഇറങ്ങുന്ന സാറേ, ഞാനും ആ വഴിക്കാ. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അയ്യോ, അവിടെ അതിനുമ്പ് കയറിയ പിടിച്ചിരുന്നോ? എടുത്തോ. അയ്യോ പാവം. സ്വന്തമായിട്ടൊരു സ്കൂട്ടർ വാങ്ങുന്ന കാര്യം പറയുമ്പോ രാവിലെയുള്ള നടത്തം ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് പറയാറ്. വല്ലവന്റെ വണ്ടി ആവുമ്പോ ആരോഗ്യത്തിന് സ്കൂട്ടറാണ് നല്ലത്. ഞാൻ നടന്നു വെക്കണം. ഓ, അതൊക്കെ പറഞ്ഞാൽ എനിക്ക് കേക്കാം. രാവിലെ എന്റെ നെഞ്ചത്ത് കയറുന്ന നീ അങ്ങനെ എന്നെ തോപ്പിച്ച് നിൽക്കുന്നില്ല. 2 ബെഡ്റൂമുള്ള വീട് ഞാൻ വാങ്ങിയിരിക്കും. 2 ബെഡ്റൂമിലായിട്ട് സാറ് തന്നെ മാറി മാറി കിടക്കേണ്ടി വരും. എന്നെ പ്രതീക്ഷിക്കട്ട. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്താ സാറേ കാണണമെന്ന് പറഞ്ഞേ? അല്ല, അത് പിന്നെ ഉത്തമ, ഇന്ന് രാവിലെ നടന്നത് ഉത്തമം കണ്ടല്ലോ. അത് പിന്നെ ഈ സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും ഉമ്മൊക്കെ കൊടുക്കും. അതല്ല, പിന്നെ രാവിലെ നടന്ന വഴക്കിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചു. ഓ, വഴക്ക്. അത് ഞാൻ ആലോചിച്ചപ്പോ സത്യഭാമ പറഞ്ഞതിൽ കാര്യമില്ലേ എന്നൊരു സംശയം. അല്ല, ഈ വലിയ വീട് വേണമെന്ന് പറഞ്ഞില്ലേ, അതിൽ കുറച്ച് ന്യായമില്ലേ? അതിൽ കുറച്ചല്ല സാറേ, നല്ല ന്യായമാണ്. വീടായ അത്രയും സൗകര്യമൊക്കെ വേണ്ടേ? വക്കീല് പറഞ്ഞപ്പോഴേ എനിക്കത് തോന്നിയതാ. പിന്നെ അന്നേരം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ചാടി കടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇനിയിപ്പോ എങ്ങനെ മാറ്റി പറയും? അവൾ കളിയാക്കില്ലേ? അതില് കാര്യമൊന്നുമില്ലെന്നേ. സ്വന്തം ഭാര്യയല്ലല്ലോ, സാറൊക്കെ സഹിച്ചോ? എന്നാലും സാറേ, ഒരു കാര്യം ചെയ്യും. വക്കീലിന്റെ ആഗ്രഹമല്ലേ നോർത്താണ്, അതുകൊണ്ട് മാത്രമാണ് തീരുമാനം മാറ്റുന്നതെന്നങ്ങ് പറയണം. പിടിയിട്ടില്ല? എന്റെ മോൻ സാറേ, ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് അവർക്ക് വേണ്ടി ഭർത്താവ് ഒരു വിട്ടുവീഴ്ച ചെയ്തു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ ജന്മം മുഴുവൻ അവരത് ഓർത്തിരിക്കും. പിന്നല്ലാതെ ഇതൊന്നും അറിഞ്ഞൂടാതെയാണോ വില്ല ഓഫീസില് സിംഹമായിട്ട് അങ്ങനെ നടക്കുന്നത്? എന്റെ ലക്ഷ്മി, സത്യം പറഞ്ഞ ഈ ലോൺ എടുത്ത് വീട് വെച്ച് ഓരോരുത്തർ ചെയ്യുന്ന അബദ്ധത്തെ പറ്റി കേട്ടപ്പോ എന്റെ തല കറങ്ങിപ്പോയി. കൊക്കിലൊതുങ്ങാത്തത് കൊത്താൻ നോക്കിയ ഇതാ വിധി. അപ്പോ വലിയ വീട് വേണമെന്നുള്ള മോഹം ചേച്ചി ഉപേക്ഷിച്ചോ? നമുക്കതിന്റെ ആവശ്യമില്ല മോളെ. നമുക്ക് 3 പേർക്കും ജീവിക്കാനുള്ള വീട് പോരെ. മോഹനേട്ടൻ പറഞ്ഞു അതിന്റെ ശരി. മോഹനേട്ടൻ വന്നു. നീ ചായ നോക്ക്, ഞാനിപ്പോ വരാം. സാറേ, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒരു പക്ഷിക്ക് 2 വെടി. അല്ല, ഒരു വെടിക്ക് 2 പക്ഷി. അതൊക്കെ എനിക്കറിയാം. പക്ഷെ അകത്തുള്ള പക്ഷി സാധാരണ പക്ഷി അല്ലല്ലോ, അതാ എനിക്ക് പേടി. അത് പേടിക്കേണ്ട കാര്യമില്ല. മോഹനേട്ടൻ എപ്പോ എത്തി? ഇന്ന് നേരത്തെയാണല്ലോ. അതെ, മോഹനേട്ടൻ സാറിന് ഒരു ഉഗ്ര കോള് കിട്ടിയിരിക്കല്ലേ. അത് വക്കീലിനോട് പറയാനുള്ള ആക്രാന്തത്തിൽ ഓടി വന്നതാ. ആഹാ, എന്നാ നിങ്ങൾ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. ശരി, ചായ വേണം, പക്ഷേ കുറച്ച് കഴിഞ്ഞു മതി. പറഞ്ഞോ സാറേ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നോടൊരു കാര്യം പറയുന്നതിനെന്തിനാ മുഖവുര? പറ.
ഉത്തമനിരിക്കുക. ഞാൻ ഇപ്പൊ ഓ വരാം. ശരി. ആ. വാ. മോഹനേട്ടാ ആ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അത് പിന്നെ രാവിലെ ഞാൻ നിന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. മോഹനേട്ടൻ മാത്രല്ലല്ലോ, ഞാനും വഴക്കുണ്ടാക്കിയില്ലേ? നിന്നോട് വഴക്കുണ്ടാക്കിയ അന്നത്തെ ദിവസം പോക്കാം. ഇന്നെനിക്ക് ആകെ ഒരു വിമിഷ്ടായിരുന്നു. എനിക്കും. ഓ, ഭാഗ്യത്തിനൊന്ന് കോടതി കയറേണ്ടി വന്നില്ല, അല്ലെങ്കിൽ ഞാനൊന്ന് കുളമാക്കിയേനെ. ഈ വീടിന്റെ കാര്യം ഞാൻ ഒരുപാട് ആലോചിച്ചു. ഞാനും. ഈ ചെറിയ വീടാണെങ്കിൽ പൈസ കുറച്ച് മതി, ബാക്കി കാശ് നമ്മുടെ കയ്യിരിക്കുമല്ലോ. അതാ ഞാൻ രാവിലെ അങ്ങനെ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി ഏട്ടാ, മോഹനേട്ടൻ അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ നമ്മുടെ ആവശ്യത്തിന് ചെലവാക്കാനാണല്ലോ കാശ്. ഓരോരുത്തർ വീട് വാങ്ങുമ്പോ അവരവരുടെ അന്തസ്സിനും ആവശ്യത്തിനും പറ്റിയ വീട് തന്നെ വാങ്ങണം. അതെ, പക്ഷേ ആഡംബരത്തിന്റെ പേരിൽ ഒറ്റ പൈസ പോലും കളയുകയും ചെയ്യരുത്. ഞാനത് മനസ്സിലാക്കണമായിരുന്നു. പക്ഷേ ഈ 3 മുറിയുള്ള വീടെന്ന് പറയുമ്പോ അത് ആഡംബരമാണ്. അല്ല, 3 കൂടിയാലേ ആഡംബരാവൂ. നമ്മളെപ്പോലുള്ളവർക്ക് 3 ബെഡ്റൂം തന്നെ വേണം. ഒരാവശ്യമില്ലെന്നേ. 2 ബെഡ്റൂമുള്ള വീട് ധാരാളമാണ്. ഏതെങ്കിലും ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയാൽ മതി. അതല്ല ഭാമേ, നമ്മുടെ കുട്ടികൾ വലുതാകുമ്പോ അവർക്ക് പഠിക്കാനും പെരുമാറാനൊക്കെ സ്ഥലം വേണം. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവരെന്ത് ചെയ്യാൻ? നമ്മളെ വീട്ടിൽ നിറക്കി വിടാൻ പോലും പഠിക്കില്ല. നമ്മുടെ മക്കളോ? മോഹനേട്ടൻ എന്തായി പറയുന്നേ? സത്യഭാമേ, നീ ഒരു പാവമായതുകൊണ്ടാണ് നിനക്കിതൊന്നും മനസ്സിലാവാത്തത്. നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെയാ നടക്കുന്നത് നിനക്കറിയാമോ? നമുക്കെന്തായാലും നീ രാവിലെ പറഞ്ഞതുപോലെ 3 ബെഡ്റൂമുള്ള വീട് തന്നെ വേണം. മോഹനേട്ടൻ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഈ വീടെന്നൊക്കെ പറയുന്നത് ഡെഡ് ഇൻവെസ്റ്റ്മെന്റാ. നോക്കി, ആവശ്യത്തിന് മാത്രമുള്ള സൗകര്യം മതി. ബാക്കി പൈസ കൊണ്ട് നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. 2 ബെഡ്റൂം മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ? നീ രാവിലെ പറഞ്ഞല്ലേ 3 ബെഡ്റൂം വേണമെന്ന്? 3 ബെഡ്റൂം വേണം. മോഹനേട്ടൻ രാവിലെ പറഞ്ഞല്ലേ 2 ബെഡ്റൂം മതിന്ന്. 2 ബെഡ്റൂം മതി. ഒരു വീട് വാങ്ങുന്നെങ്കിൽ 3 ബെഡ്റൂമുള്ള വീട് തന്നെ വാങ്ങണം. തികയാത്ത കാശ് ഞാൻ ലോൺ എടുക്കും. എങ്ങനെ അങ്ങനെ ലോൺ എടുത്ത് കടം കയറി നാളെ ബാങ്കുകാർ ജപ്തിക്ക് വരുമ്പോഴേ പെരുവഴിയിലോട്ട് ഇറങ്ങാൻ എന്നെ കിട്ടില്ല. ലോൺ തിരിച്ചടയ്ക്കാമല്ലോ. പറ്റിയില്ലെങ്കിലോ? എന്താ പറ്റാത്തത്? എല്ലാരും തിരിച്ചടയ്ക്കാന്ന് വിചാരിച്ച് തന്നെയാ ലോൺ എടുക്കുന്നത്. എന്നിട്ട് എല്ലാരും തിരിച്ചടച്ചിരുന്നെങ്കിൽ ഈ ജപ്തി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാവില്ലായിരുന്നല്ലോ. ഞാൻ പറയുന്നത് എന്ത് പറയാനാ? എന്താ സാറേ പ്രശ്നം? ഉത്തമ, വാങ്ങുന്നെങ്കിൽ 3 ബെഡ്റൂമുള്ള വീടേ വാങ്ങുന്നുള്ളൂ. അല്ല, വക്കീലിന്റെ അഭിപ്രായം അത് തന്നെയാണല്ലോ. പിന്നെന്താ പ്രശ്നം? എന്റെ അഭിപ്രായം അതല്ല. പിന്നെ 2 ബെഡ്റൂം മതി. 3 അറ്റാച്ച്ഡ്. 2 1 മതി അറ്റാച്ച്ഡ്. 3 ഒന്ന് നിർത്താമോ? നിങ്ങളൊന്ന് എണ്ണി പഠിക്കാണ്. 2 3 ഒക്കെ എണ്ണ എനിക്ക് നന്നായിട്ട് അറിയാം. സാറേ ഞാൻ ഉത്തമ, എന്തോ ഇതേ ഞങ്ങളുടെ കുടുംബകാര്യവാ. ഇതിൽ വന്നേ താൻ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. കൊള്ളാലോടെ. അത് ശരി. വഴിയെ പോയ എന്നെ വിളിച്ചോണ്ട് വീട് വേണം എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി എന്ന് പറഞ്ഞോണ്ട് കൊഞ്ചപ്പെടുത്തി കാണിക്കാണ. അല്ല, എനിക്ക് അറിയാൻ വയ്യാച്ചിട്ട് ചോദിക്കുക, എന്താണ് നിങ്ങൾ രണ്ടുപേരെ ഉദ്ദേശം പറഞ്ഞല്ലോ. 3 ബെഡ്റൂമുള്ള വീട്. 2 ബെഡ്റൂമുള്ള വീട് മതി. അതെ, ഞാൻ ഒന്ന് പറയട്ടെ. ഒന്ന് പ്ലീസ്. 2 ബെഡ്റൂമുള്ള വീട് മതി. ഞാൻ ഒന്ന് പറയട്ടെ. അത് ശരി, നിങ്ങൾ കൊള്ളാലോ. ഞാനേ ഒരു ദിവസം 4 5 വീട് കച്ചവടം നടത്തുന്ന മോനെ. ഇതുപോലെ ഒരുപാട് ഭാര്യ ഭർത്തക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ വീട് വേണോ വേണ്ടയോ? വീട് വേണം. വക്കീലിനോ? വേണോലോ. പക്ഷേ ബെഡ്റൂം 2 മതി. 3 നിർബന്ധമായി വേണം. 2 മതി. എന്റെ പൊന്ന് സ്വാമി, ഇനി ഈ കച്ചവടത്തിന് ഞാനില്ലേ. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. പിന്നെ സാറേ, മേലിൽ വീടിനെന്നും പറഞ്ഞോണ്ട് എന്നെ വിളിച്ചാൽ സാറേന്നും വക്കീലെന്നും വിളിച്ച അതേ നാവ് കൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കും താൻ. ഞാൻ വിളിക്കാൻ പോകുന്നത് എന്താണെന്ന് വക്കീലിന് അറിഞ്ഞൂടായിരിക്കാം. പക്ഷേ സാറിന് അത് നന്നായിട്ടറിയാം.
ആ അത് തന്നെ അപ്പൊ ഓർമ്മയുണ്ടല്ലേ? പേടിപ്പിക്കുന്നോ? ഇവൻ ആരാ? ഭാമേ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക. പണം ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ടതാണ്. അല്ലെന്ന് ആരാ പറഞ്ഞത്? പക്ഷേ പണം ഉപയോഗിക്കേണ്ട ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മനുഷ്യനെ മനസ്സിലാക്കാൻ ദൂരം. എന്താ പ്രശ്നം? 2 മുറിയുള്ള വീട് മതിയെന്ന് ചേച്ചി പറഞ്ഞതാണല്ലോ. പക്ഷേ മോഹന സാറിന് 2 മുറി പോരരുത്. അതെന്താ? അതെന്താണെന്ന് എന്റെ അടുത്തല്ല ചോദിക്കേണ്ടത്. നിന്റെ ചേട്ടന്റെ ചേച്ചിക്കൊണ്ടല്ലോ മുഴുത്ത ഭ്രാന്ത. രാവിലെ പറഞ്ഞൊരു കാര്യം വൈകുന്നേരം മാറ്റി പറയാന്ന് വെച്ചാ എന്തായാലും ഒരു കാര്യം ഉറപ്പായി. എന്ത്? നിന്റെ ചേട്ടനെ ആയുസ് കാലത്ത് വീട് വാങ്ങൂല. വാടക വീട്ടിൽ കിടന്ന് ഒടുക്കാനാണ് അയാളെ വിധി. ഭാമേ, ഭാമേ, എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഭാമേ, ഞാൻ പറഞ്ഞല്ലോ, നിന്നോട് പിണങ്ങിയിരുന്ന എനിക്ക് ആകെ ഒരു ശ്വാസം മുട്ടില്ല. അതുകൊണ്ട് പിണങ്ങുന്ന എനിക്കും ഇഷ്ടമല്ല. പക്ഷെ മോനോട് എന്തിനെ വാശി പിടിക്കുന്നേ? ഇപ്പൊ എന്താ പ്രശ്നം? രാവിലെ നീ പറഞ്ഞു 3 ബെഡ്റൂം, ഞാൻ പറഞ്ഞു 2. ഇപ്പൊ മോനോട്ട് പറയുന്ന 3 പക്ഷെ 2 മതി. ഇനി ആ വിഷയം പറയണ്ട. ഒരു വഴക്കുണ്ടായാൽ അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തീർക്കണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? നമുക്കിത് തീർക്കാം. എങ്ങനെ? നമുക്ക് തൽക്കാലം വീട് വാങ്ങണ്ട. വീട് വാങ്ങുന്നതൊക്കെ പിന്നെ ആവാം, സമയം കിടക്കല്ലേ. വീട് വാങ്ങാൻ സമയമാകുമ്പോ തീരുമാനിക്കാം എത്ര ബെഡ്റൂം വേണമെന്ന്, അല്ലേ? പിന്നല്ലാതെ. അല്ലെങ്കിലും ഈ വാടക വീടാണേ സൗകര്യം. നമ്മളിപ്പോ പുതിയ വീട് മേടിച്ച് മോഹനയുടെ വല്ല സ്ഥലമാറ്റം വന്ന പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഞാനത് ആലോചിച്ചു. നീ അത് ആലോചിച്ചായിരുന്നല്ലേ? ഇല്ലാതെ. നന്നായി. അല്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും റിപ്പയറോ പെയിന്റിംഗ് ഒക്കെ വന്നാ ഒക്കെ ഹൗസ് ഓണർ ചെയ്യില്ലേ? സ്വന്തം വീടാകുമ്പോ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അത് ശരിയാ. പെയിന്റിനൊക്കെ ഇപ്പൊ എന്നാ കാശാ? അയ്യോ. അപ്പോ നമ്മൾ വീട് വാങ്ങുന്നില്ല.